തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിന്റെ പ്രധാന ജലസ്രോതസ്സായ അരുവിക്കര ഡാമിലെ റിസർവോയറിൽ അടിഞ്ഞുകൂടിയ എക്കൽ മണ്ണും ചെളിയും മറ്റ് പാഴ്ചെടികളും നീക്കി സംഭരണശേഷി കൂട്ടുവാനുള്ള നടപടികൾക്കാണ് തുടക്കം കുറിച്ചത്. സംസ്ഥാന തലസ്ഥാനത്തേക്കുള്ള കുടിവെള്ള സ്രോതസ്സാണ് അരുവിക്കര ഡാം. അരുവിക്കര ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ഡാമിനകത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള എക്കലും അതേപോലെ തന്നെ മണലും എല്ലാം നീക്കം ചെയ്യാത്തതിൻ്റെ ഭാഗമായി സംഭരണശേഷി വളരെ കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വേനൽക്കാലം, അതായത് 2017 വേനൽക്കാലത്ത് ഇവിടുത്തെ ജലം ആവശ്യത്തിന് തികയാതെ വരുന്നൊരു ഘട്ടമുണ്ടായി. ഇവിടെ ആവശ്യത്തിന് വെള്ളം ലഭിക്കാതെ വന്ന് നെയ്യാർ ഡാം റിസർവെയറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്താണ് ഇവിടെ കൊണ്ടുവന്ന് തിരുവനന്തപുരം നഗരത്തിലേക്കുള്ള കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് 2017 വേനൽക്കാലത്ത് ഗവൺമെൻറ് തയ്യാറായത്. അപ്പോൾ അരുവിക്കര ഡാമിൻ്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കണമെങ്കിൽ ഇതിനകത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള എക്കലും അതേപോലെ തന്നെ ചെളി മണലെല്ലാം മാറ്റം ചെയ്താലേ പറ്റും. അതിനുവേണ്ടി സർക്കാർ ഒരു പുതിയ പ്രോജക്റ്റ് നടപ്പിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർച്ച് മാസത്തിൽ തന്നെ അതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവർ നിർവഹിക്കുകയും ചെയ്തു.